ഇന്റലിജൻസ് നമുക്ക് ചെയ്യാറുണ്ട്. അടുത്ത വഴിയാണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് ഇതൊരു ഓറഞ്ചിൻ്റെ ഡാർക്ക് ഒരു കളറില്ലേ, എന്താ പറയുക, കുറച്ചൊരു നല്ല ഡാർക്കായിട്ട്, സാധാരണ ഓറഞ്ച് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല കേട്ടോ, ഒരു ബ്രൗൺ മിക്സ്ഡ് ഓറഞ്ച് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുൾ ത്രെഡ് വർക്ക്, ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക്, നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ, ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഡിസൈൻ പോയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷ്ഡ് ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ ഒരുപാട് ഡിസൈൻസ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിൽ വർക്കിൻ്റെയും അതിൻ്റെയൊക്കെ വേരിയേഷൻ ചെറിയ ചെറിയ റേറ്റ് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര റീസണബിൾ ആട്ടോ, പ്രൈസ് നല്ല റീസണബിൾ ആണ്. കാഴ്ചയ്ക്ക് നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് തോന്നിക്കുകയും ചെയ്യും. ബോട്ടം വിത്ത് ലൈനിങ് ആണ്, എന്നാൽ റഫായിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഒത്തിരി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് ആട്ടോ. ബോട്ടം ലൈനിങ് എല്ലാം കൂടെ ചേർത്താട്ടോ വരുന്നതിന്. അപ്പോൾ ഇതിൻ്റെ നമ്പർ AE406, റേറ്റ് 1180 രൂപ മാത്രമേ ഉള്ളൂ, 1180. അടുത്ത ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ. നമ്മുടെ സാധാരണ ഗ്രീൻ അല്ല, ഈ ടിഷ്യൂവിൻ്റെ ചെറിയൊരു എഫക്റ്റോടെ വരുമ്പോൾ കുറച്ചൊരു രസം കൂടുതൽ തോന്നിക്കത്തില്ല. നമ്മുടെ നോർമൽ ഗ്രീനേക്കാളും കുറച്ച് എവിടേക്ക് ഒരു തെളിച്ച് കൂടുതൽ വരും. അത് ആ രീതിയിൽ തന്നെ ആട്ടോ എല്ലാത്തിലും കൊടുത്തേക്കുന്നത്. ആ ഒരു മെറ്റീരിയലിൻ്റെ ഭംഗിയാണ്. എല്ലാ കളേഴ്സിനും ഒരു പ്രത്യേക എടുപ്പ് കൂടുതലാണ്. അതിൻ്റെ അകത്തും ആ ഒരു ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. ഡാർക്ക് ഗ്രീനും പിന്നെ ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ വർക്കും കൂടെ ചേർത്തിട്ട് ദുപ്പട്ടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം വർക്കുണ്ട് കേട്ടോ. സ്കാലപ്പ് ബോർഡർ രണ്ട് സൈഡിലും വരുന്നത്. ബോട്ടം ലൈനിങ്ങും ഈ കൂടെ ഉണ്ട്. ലൈനിങ്ങിന് സാറ്റിൻ്റെ മെറ്റീരിയൽ, ലൈനിങ്ങിന് കൊടുത്തേക്കുന്ന ബട്ടർ ക്രേപ്പിൻ്റെ മെറ്റീരിയലും നമുക്ക് ബോട്ടത്തിനായിട്ട് സാറ്റിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിമറിച്ചും തയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്പർ AE408, റേറ്റ് 1180. ഒരു പീച്ച് കളറാട്ടോ, ഇതും നല്ല ഷെയ്ഡാണ്. പിന്നെ ഈ ഒരു ടിഷ്യൂ ബ്ലെൻഡ് വരുന്നതുകൊണ്ട് കളറിന് ചെറിയ ചെറിയ വ്യത്യാസത്തിലായിരിക്കും കാണുന്നത്. എനിക്കൊന്ന് സൈറ്റിലാണെങ്കിലും ഫോട്ടോയ്ക്കകത്ത് ആ ഒരു ചെറിയ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. കളർ ആ ഒരു ടിഷ്യൂവിൻ്റെ ബ്ലെൻഡ് വരുന്നതുകൊണ്ടാണ് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഷെയ്ഡ്സ് തന്നെയാണ്. ഞാൻ ഈ പറയുന്നതായിട്ട് ഏകദേശം മാച്ചാന്ന് എനിക്ക് തോന്നുന്നു. കാണുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. ഇത് ശരിക്കും പീച്ച് തന്നെ, ചെറിയ പിങ്ക് മിക്സഡ് ഒരു പീച്ച് കളറില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിലും മൊത്തത്തിൽ ആ സെയിം ഡിസൈൻ തന്നെയാണ്. യോക്ക് പോർഷനിലും ദുപ്പട്ടയ്ക്കകത്തുമൊക്കെ മൊത്തം വർക്കുണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്പർ AE407, റേറ്റ് 1180. നിങ്ങൾക്ക് നാലാമത്തെ ഷെയ്ഡ്, ഇത് ശരിക്കും രാമ ഗ്രീൻ ആണ് ഷെയ്ഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ രാമ ബ്ലൂ പോലെ തോന്നിക്കുമായിരിക്കും. രാമ ഗ്രീൻ്റെ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതും സെയിം തന്നെ വർക്കാട്ടോ. മെയിൻ ഈ ഒരു ലീഫിലൊക്കെ ആ ഒരു കുറച്ചൊരു ലൈറ്റ് ഗോൾഡൻ്റെ ആ ഒരു വർക്കിലാണ് വരുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ളൊരു ഡിസൈനാണിത്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ബോട്ടം വിത്ത് ലൈനിങ്ങും എല്ലാം ചേർന്നിട്ടുള്ള ഐറ്റമാണ്. ദുപ്പട്ടയ്ക്കാണെങ്കിലും ടോപ്പിനാണെങ്കിലും ഒക്കെ നല്ല ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കൊണ്ടും നല്ല സെറ്റാണ്. നമുക്ക് വാഷ് ചെയ്താലും ഒന്നും ഒരു കുഴപ്പമില്ല. ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക്കാണ് കേട്ടോ. നമ്പർ AE405, റേറ്റ് 1180.